അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണിച്ചതും ഇക്കയാണ് ഇന്ന് പാലിന് പോണത്. സൺഡേ വീഡിയോ ആണ് കേട്ടോ, ഇത് സൺഡേ വ്ളോഗാണ്. അപ്പോൾ സൺഡേയിൽ പൊതുവേ ഇക്കയാണ് എപ്പോഴും പാലിനൊക്കെ പോയി പാലൊക്കെ മേടിച്ചിട്ട് വരാറ് കേട്ടോ. അങ്ങനെയൊക്കെ പോയ ശേഷം ഞാൻ വേഗം സിറ്റ് ഔട്ടൊന്ന് വേഗം ക്ലീൻ ചെയ്യാൻ നിന്നു. കാരണം വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ അറിയാലോ, ബുദ്ധിമുട്ടാണ് നമുക്ക് അടിച്ചു വാരാനും ഒക്കെ. പിന്നെ ഈ ചെയർ ഇങ്ങനെ നായും പൂച്ചയും കയറണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വെക്കാറാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അത് കൊണ്ടുവച്ച് വരുമ്പോഴത്തേക്കും കാറ് തിരിച്ചു വന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സൊസൈറ്റി, ജസ്റ്റ് ഒരു 1 കിലോമീറ്ററൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാറിൽ പോകുമ്പോൾ പിന്നെ പെട്ടെന്ന് പോയിട്ട് വരാം. 7 മണിക്ക് ശേഷമൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കിട്ടുകയും ചെയ്യും. നേരത്തെ പോയി കഴിഞ്ഞാൽ കുറച്ച് വൈകൂട്ടോ, അതാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെ പാലൊക്കെ വെടിച്ച് ഉള്ളിൽ കൊണ്ടുവച്ച ശേഷം ഞാൻ വേഗം പോയി സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. പിന്നെ സെറ്റിയൊക്കെ ഇക്കൊന്ന് നിർത്തി വയ്ക്കാമെന്ന് പറഞ്ഞു. ഗേറ്റൊക്കെ ഒന്ന് പോയി അടച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പോകണം, വെക്കേഷനൊക്കെ ആവാനായില്ലേ, പോയി കുറച്ച് ദിവസം അവിടെ പോയി ഇരുന്നിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. റിഹാനിക്ക് ട്യൂഷനുള്ള കാരണം റിഹാനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. റിഹാനിക്ക് 3-ാം തീയതി വരെ ട്യൂഷനുണ്ട്. പിന്നെ 4-ാം തീയതി എളാപ്പാൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാം പ്ലാൻ ചെയ്യണം. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല, ഡ്രസ്സ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ എല്ലാം സെറ്റാക്കണം. പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഇതാ സെറ്റിയൊക്കെ ഒന്ന് നേരാക്കി ഞാൻ വേഗം കിച്ചണിൽ പോയിട്ട് ചായ വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ചായക്ക് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് പിന്നെയാണ് മോനിക്കും കൂടെ ഒരു കപ്പിൽ ഇച്ചിരിയും കൂടെ ഇട്ട് വയ്ക്കും, എന്നാലേ അവൻ ചായ കുടിക്കുള്ളൂ, ഇല്ലെങ്കിൽ ചായ കുടിക്കില്ല. ഇനി പതുക്കെ ആ പഞ്ചസാരൻ്റെ ലെവൽ ഇങ്ങനെ കുറച്ച് വന്നിട്ട് ഞങ്ങളുടെ ആ ഒരു മധുരത്തിലോട്ട് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് കേട്ടോ. പിന്നെ കുറേ കമൻസ് ഉണ്ട്. ജിനിയുടെ ബിരിയാണി പോട്ട് കാണുമ്പോൾ ജിനി കുക്ക് ചെയ്യുന്നത് പോലെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാനും വാങ്ങി ബിരിയാണി പോട്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ 3 ബിരിയാണി പോട്ടുണ്ട്. പിന്നെ ഒരു 1 kgയുടെ ഉണ്ട്, അതിലും വെക്കാട്ടോ ചെറിയ അളവിൽ. പിന്നെ ഒരെണ്ണം ഏകദേശം കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പിന്നെ ബിരിയാണി ഒന്നും വെക്കാറില്ല. നെയ്ച്ചോറൊക്കെ ജസ്റ്റ് വെക്കുന്നല്ലാണ്ട് വേറൊന്നും വെക്കാറില്ല. കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കമൻറ്റ് എന്താണ്, സാമ്പാർ എത്ര ദിവസത്തിനാണ്, 1 kg പരിപ്പെടുത്തോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അതിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാനും ഇന്ന് വീട് ഫുൾ വൃത്തിയാക്കി. ഗണേഷ് ചതുർത്ഥിയാണ് വെനസ്ഡേ. ഓക്കെ, ഞാൻ കലണ്ടറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ലീവിലെ. അതിനെന്തോ സ്പെഷ്യൽ സ്വീറ്റൊക്കെ ഉണ്ടാക്കുമോ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഹായ്, സാമ്പാറിൽ വെണ്ടയ്ക്ക ഇടാറില്ല? വെണ്ടയ്ക്ക ഇടാറുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. വഴുതനങ്ങ ഇടാറുണ്ട്, രണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. വെണ്ടയ്ക്ക ഇവിടെ വഴറ്റിയിട്ട് ഇടാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ വീഡിയോ കാണാൻ. താങ്ക് യു സോ മച്ച് മുത്തേ. 1 kg പരിപ്പ് ഒന്നിച്ച് വെച്ചതാണോ എന്ന്? അല്ല, നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ അത്ര പരിപ്പ് എടുക്കാറുണ്ട്. 1 kg ഒന്നുമല്ല. അങ്ങനെയൊക്കെ സൺഡേ ആകുമ്പോൾ പെട്ടി കൊണ്ടുവരാറുണ്ടല്ലോ. ഇനി പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ്. പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നു. ഒരു ജിമ്മൻ ഉണ്ടായിട്ട് പെട്ടി ഒന്നും തൂക്കി തരില്ല എന്നൊക്കെ പറഞ്ഞ് വായടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടി എടുത്തിട്ട് മുകളിലോട്ട് വെക്കുന്നത്. അഴുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയി വാഷിങ്ങിന് ഇടണം. അതേപോലെ എനിക്കും ഇഷ്ടമാണ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടെന്ന്. അയ്യോ, എന്നെ പോലെ തന്നെ ഒരാൾ. ഓക്കെ, എത്ര ദിവസത്തേക്കുള്ള സാമ്പാറാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. സത്യം പറയാലോ, സാമ്പാർ വെച്ച ദിവസം പിറ്റേ ദിവസമാണ് നമ്മൾ ആ സാമ്പാർ കഴിച്ചിട്ടുള്ളത്, മനസ്സിലായോ? ഇവിടെ അത്യാവശ്യം സാമ്പാർ വേണം. പിന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും റോസ്റ്റാണ് ഉണ്ടാക്കുക. ഞങ്ങൾ 6 പേരുണ്ട്. അത്യാവശ്യം കറി കൂട്ടിയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വിശപ്പ് കുറച്ച് കൂടും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എടുക്കും, അപ്പോൾ 3 നേരം എടുക്കുമ്പോൾ അതങ്ങ് തീരും, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കാണുമ്പോൾ വിചാരിക്കും എൻ്റെ അമ്മോ ഇത് 1 വീക്കിന് വേണ്ടി വെച്ചതാണോ എന്ന്. അല്ല. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ തീർന്ന് ഞാൻ മീൻകറി വെച്ചു. അതിന് ശേഷം പിന്നെ മീൻ മുളകിട്ടതുണ്ടാക്കി. ഓക്കെ, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? പിന്നെ ജിനിക്ക് സുഖമായോ? എന്തായിരുന്നു അസുഖം ചോദിക്കുന്നുണ്ട്. എനിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ മാറി കേട്ടോ.
സൂപ്പർ വ്ളോഗ് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി അടിച്ചു വാരി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് ഫുൾ ക്ലീനിങ് ഡേ ആയിരുന്നു, ഞാനും ഉമ്മയും. ഓക്കെ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അല്ലേ, നല്ല രസമല്ലേ, ഒരു പോസിറ്റീവ് എനർജി എന്ന് തന്നെ പറയാം. പിന്നെ ആ റൂമിൽ കയറാനും കുറച്ച് ദിവസത്തിന് അവിടെ പോയിരിക്കാനും ഒക്കെ ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സാമ്പാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞൂല്ലേ, എനിക്കും നല്ലോണം തേങ്ങ വേണം. ഇപ്പോൾ തേങ്ങയുടെ വിലയ്ക്ക് നമ്മളൊക്കെ ഇങ്ങനെ തേങ്ങ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആൾക്കാർ നമ്മളെ പ്രാഗി കൊല്ലും. ഇവിടെ ഒരുപാട് തേങ്ങ ഉണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹൗ ആർ യു ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സൺഡേ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മോനിക്കുണ്ടല്ലോ എപ്പോൾ ഫുട്ബോൾ എടുത്ത് കളിക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അവനക്ക് തോന്നിയ സമയത്തൊക്കെ അവൻ കളിക്കും. ചിലപ്പോൾ നട്ടുച്ച നേരത്തൊക്കെ ആയിരിക്കും ഫുട്ബോൾ എടുത്ത് കളിക്കുക കേട്ടോ, ആ വെയിലത്ത്. എന്നിട്ട് വേർത്ത് കുളിച്ച് ഉള്ളിലേക്ക് വരും. അത്രയും ഭ്രാന്താണ്. ഇപ്പം എൻ്റെ 2 ഫോണിലും ഫുട്ബോളിൻ്റെ RDO ആണ് മറ്റേ സ്ക്രീനിൽ വെക്കില്ലേ, അത് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ബാക്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ പോയി എടുത്തു. അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. പിന്നെ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു. സാമ്പാറിൽ കായം ചേർക്കില്ലേ, കായം ഉണ്ടല്ലോ, ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ, വീഡിയോ കണ്ടില്ലേ ശരിക്ക്. അതിൽ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പിലേക്ക് ഒന്ന് വലിച്ചിട്ട് വന്നു. അപ്പോൾ ദോശമാവ് തികയാണ്ടായപ്പോൾ ഒരു പാക്കറ്റ് മേടിക്കേണ്ടി വന്നു കേട്ടോ. ഇന്നലെ ആട്ടിയതിൽ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ദോശമാവാണ്. അങ്ങനെ നമ്മൾ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. പിന്നെ റാവുത്തേഴ്സിനെ കുറിച്ച് ഒരു വലിയൊരു കമൻറ്റ് നജിയ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. തമിഴ് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് പൊതുവെ റാവുത്തന്മാർ എന്ന് പറയുക. തമിഴ്നാട് അതിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണത്രേ ഈ ഒരു വിഭാഗം കൂടുതലുള്ളത്. പണ്ട് സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ച ഒരു ഇത് വരിക കേട്ടോ എനിക്കിത് വായിക്കുമ്പോൾ. കേരളത്തിൽ കൂടുതൽ ഷാഫി മദ്ഹബയാണ് ഉള്ളത്. റാവുത്തന്മാർ ഹനഫി മദ്ഹബയാണ്. എനിക്ക് പറയാനും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ 2 തേങ്ങയോ ചോദിക്കുന്നുണ്ട്. അതേ മോളെ 2 തേങ്ങ വേണം കേട്ടോ നമുക്ക്. അതായത് ഒരു ദിവസം ഫുള്ള് കുക്കിംഗ് ഉണ്ടെങ്കിൽ, ചില ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന് തേങ്ങ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഉപ്പേരി വെക്കും, രസമൊക്കെ വെക്കും. പിന്നെ മുളകിട്ടതൊക്കെ വെക്കുമ്പോൾ അന്ന് തേങ്ങ വേണ്ട. തക്കാളി ചട്നിയൊക്കെ വെക്കുമ്പോൾ അന്ന് തേങ്ങ വേണ്ട. തേങ്ങ എടുത്തോ 2 തേങ്ങ വേണം. അതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ പരിപ്പിൽ എന്തിനാ വെളിച്ചെണ്ണ ഒഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചിന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ ചട്നിയാണ്. വലിയുള്ളി 2 എടുത്തിട്ടുണ്ട്, ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയുള്ളിക്ക് പകരം ചെറിയുള്ളിയും പറ്റും കേട്ടോ. ഒരു 10-15 ചെറിയുള്ളി എടുത്താൽ മതി. ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. തക്കാളി ഒന്ന് ഇതാക്കിയ ശേഷം ഞാൻ അവിടെ നിന്ന് വഴണ്ട് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് 1 മൂടി തേങ്ങ വേണം കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിലാണ് ഞാൻ അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ പുതിന ഇത്രയും എടുത്തിട്ടുണ്ട്, ഇത്രയും വേണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട്. 2 ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് എക്സ്ട്രാ പുളിയൊന്നും വേണ്ട. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ചമ്മന്തി കേട്ടോ അരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ എരിവിന് ആവശ്യമുള്ള ഒരു പകുതി സ്പൂണ് ചില്ലി ഫ്ലെക്സും കളറിന് ആവശ്യമുള്ള കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വണക്കിയെടുക്കണം കേട്ടോ. ഗ്യാസ് ഓഫാക്കണ്ട. ഒന്ന് വഴറ്റിയെടുത്ത് നല്ലൊരു വറുത്ത സ്മെല്ല് വരും. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ ആക്കരുത് കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ഇക്കതിന് ഓസം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത്രയും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങ വാങ്ങിക്കുകയാണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച പരിപ്പല്ല, സാമ്പാർ അത്രയേ ഉള്ളൂ ബാക്കി. അത് രാവിലെ നമ്മൾ ദോശയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്ക് മീൻകറി വെക്കണം ഇന്ന്. അതാണ് നമ്മളവിടുത്തെ കറി വെക്കുന്നതിൻ്റെ അവസ്ഥ. ഓക്കെ, എൻ്റെ അടുത്ത് താത്ത പറയും, നിങ്ങളല്ലെങ്കിൽ പണ്ടേ ചാറ് കൂടിയന്മാരാണല്ലോ എന്ന് പറയട്ടോ. അതായത് ഇവിടെ ചാറ് എന്നാണല്ലോ പൊതുവെ പറയുക. ചാറ് കുടിക്കുന്ന ആൾക്കാരാണെന്ന് അത്രേ നമ്മളെ പറയാറ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. സാമ്പാർ അവിടെ തിളയ്ക്കുന്നുണ്ട്. ചമ്മന്തി ഇവിടെ ആയിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാമ്പാർ എടുത്തിട്ട് ഇനി അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കാം, എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. മോന് ഉമ്മാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നലെ വെച്ച നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ ഉണ്ട്. എന്നോട് എല്ലാവരും ചോദിച്ചതല്ലേ എന്തിനാണ് ഇത്ര സാമ്പാർ, എത്ര ദിവസത്തേക്കാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ചിരി വരിക കേട്ടോ. പിന്നെ നിങ്ങൾ തേങ്ങ വാങ്ങിക്കുകയാണോ ചോദിക്കുന്നത്? തേങ്ങ വാങ്ങിക്കൊന്നുമല്ല കേട്ടോ, ഇവിടെ ഉണ്ടാവുന്നതാണ്. നമുക്ക് മൂന്ന് തെങ്ങുണ്ട്. നമുക്ക് 3 തെങ്ങല്ലേ? 3 തെങ്ങുണ്ട് കേട്ടോ. പെട്ടെന്ന് മറന്നു ഞാൻ. പിന്നെ ചില സമയത്ത് ഉമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരും. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആദ്യമൊക്കെ എപ്പോഴും എടുത്തിട്ട് വരുമായിരുന്നു. ഇപ്പോൾ അവിടെയും തേങ്ങ കുറച്ച് കമ്മിയാണ്. ഇനി പോകുമ്പോൾ വല്ലതും കിട്ടുമോ എന്ന് നോക്കണം എന്തായാലും. പിന്നെ ഉമ്മ കൊല്ലംകാരിയാണോന്ന്, ഉമ്മ കൊല്ലം കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല കേട്ടോ, കൊല്ലംകാരിയൊന്നുമല്ല. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ട് പോകും കേട്ടോ ഞാൻ. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയാൽ മതിയല്ലോ നമുക്കൊരു എനർജി വരാൻ. പിന്നെ കുറേ പേര് നമുക്ക് സൂപ്പർ അയച്ചിട്ടുണ്ട്, ഹാർട്ട് ഇട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി 10:45 ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. ഇന്ന് കുറച്ച് വൈകിട്ടോ, ഞാനൊരു 7 to 8 മണിൻ്റെ ഉള്ളിലാണ് എൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിരിക്കും. പിന്നെ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, രാവിലെ നേരത്തെ തന്നെ രാത്രിയും കൂടെ നമുക്കൊരു വ്ളോഗ് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാത്രിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് വൈകിട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ. പിന്നെ ഉപ്പ വന്നിരുന്നു. ഈ നെയ് റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, ചുട്ട് എടുക്കണം. അങ്ങനെ അവരുടെയൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോന് പതുക്കെ കഴിക്കുള്ളൂ, വലിയ ആൾ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാനും ചെറിയ ആളുമാണ് ഇരിക്കാറ് കേട്ടോ, ഉമ്മാൻ്റെയും കഴിഞ്ഞിട്ട്. അപ്പോൾ FBയിൽ നമുക്ക് ഒരുപാട് ഹാർട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാർട്ട് തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സൂപ്പർ വീഡിയോ എൻ്റെ കമൻറ്റ് വായിച്ച് കേട്ടു, എൻ്റെ പേരും പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഞാൻ ലേഡിയാണ്, എൻ്റെ മോളുടെ ഫോട്ടോ ആണ്. എനിക്ക് 2 മക്കളാണ്. സാമ്പാറിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, ഗ്യാസ് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സൂപ്പറായി ഒരുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെന്താ, രസത്തിൽ ചേർക്കും പേരിന് എന്നോ? അതാരാ? എൻ്റെ കമൻറ്റ് വായിക്കുന്നില്ല. ബിന്ദു തന്നെയല്ലേ? ബിന്ദു, ഓക്കെ ബിന്ദു, ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ കമൻറ്റ് ഇടുക, ഞാൻ വായിക്കാം കേട്ടോ. നല്ല വായിക്കാൻ ഡ്രസ്സുള്ള കമൻറ്റ്സൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ സുന്ദരി ആയിട്ടുണ്ട് എന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെന്താ, നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ആ മാവും ഇതുകളൊക്കെ നമുക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അല്ലേ, ഒഴിച്ചെടുത്തിട്ട് പാത്രമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം വേണമെന്നോ? അതെന്താ? എല്ലാം കഴിക്കാൻ വേണമെന്നാണോ? ഓക്കെ, ആ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇന്നലെ ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നില്ലേ, അതിൽ കേട്ടോ. പിന്നെ ഞാൻ വേഗം പാത്രം, അതേപോലെ ചായ വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ പാത്രം കഴുകി എടുക്കുന്നത്. കഴുകിയെടുക്കുമ്പോഴത്തേക്കും ചായ കറക്റ്റ് ടിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ടിക്കേഷൻ തന്നെയല്ലേ പറയുക, കറക്റ്റ് കടുപ്പം. പിന്നെ പൊരിച്ച കോഴിയുടെ വെളിച്ചെണ്ണ എന്ത് ചെയ്യും? എണ്ണ ഉണ്ടല്ലോ, ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പേരി താളിക്കുമ്പോൾ, കറി താളിക്കുമ്പോഴൊക്കെ അതിൽ യൂസ് ചെയ്യാറുണ്ട്. മസാലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്താവുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കി കഴിയാറ്. ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യില്ലല്ലോ. തലവേദന പിടിച്ചുമുട്ടി മന്തിയോ? പറ. കൊടുക്കും. എങ്ങനെയാണ് VVIPs ഒരുപാട് പൈസ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മന്തി കൊടുച്ചോ ചോദിച്ചു. ശരി. എന്താ ജനലടച്ചിട്ടില്ല? ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ ഇക്കയും ഉമ്മയും കൂടെ
പുറത്തു പോയതാണ്, ഉമ്മാൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവിടെ എന്തോ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മമാനെ കാണാനും കൂടെ പോയതാണ്. ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു. മീൻ വെച്ചിട്ട് പോയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, പൂച്ച വന്നിട്ട് എടുത്തിട്ട് പോകുമോ എന്നുള്ളത്. എൻ്റെ ഇതുപോലെ ഒരു 2 കിലോ മീനൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ പൂച്ച. അന്ന് ശരിക്കും ഇങ്ങനെ തല കറങ്ങിപ്പോയി എനിക്ക്. മീനൊക്കെ എവിടെ പോയി, ഞാൻ ഫ്രിഡ്ജിൽ മസാല തേച്ച് വെച്ചോ എന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് പൂച്ച കൊണ്ടുപോയി എന്നുള്ളത് കേട്ടോ. പിന്നെ വേഗം പോയി അതിനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. നല്ല അയലയായിരുന്നു കേട്ടോ, കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചൻ അയല. അപ്പോൾ ഞാൻ അയലയും ചെമ്പല്ലി രണ്ടും ക്ലീനാക്കി എടുത്തിട്ട് അയല എന്ത് ചെയ്തു, കുറച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുക്കാമല്ലോ. മുളകിടും ചെയ്യണം, പിന്നെ മുഴുവനായിട്ട് വറുക്കണം. എനിക്ക് അയല അങ്ങനെ മുഴുവനായിട്ട് വറുക്കുന്ന അയല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒത്തിരി വലുപ്പമുണ്ടെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് വറുക്കാൻ നിൽക്കില്ല. ഇത് കറക്റ്റ് വലുപ്പമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മസാല നോക്കാം അല്ലേ. ഞാനിവിടെ ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണ്, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ചാട്ട് മസാല, അതുപോലെ നമ്മുടെ ഡ്രൈ മാംഗോ. ഇതെൻ്റെ ഇപ്പോൾ കോമൺ മസാലയായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ നെയ്യും ആക്കി കൊടുക്കാം, പിന്നെ വിനീഗറും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ചെമ്പല്ലിയാണ് കേട്ടോ ഈ മസാലയ്ക്ക് യൂസ് ചെയ്യണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയുള്ളി വേണമെന്നൊന്നുമില്ല, നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ എല്ലാ മീനും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല ഒക്കെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. മീനൊക്കെ ഉണ്ടല്ലോ, തലേ ദിവസം തന്നെ നമ്മൾ മസാല കൂട്ടി വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം ഒരു ഉണക്ക മീനിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ ഉണ്ടാവും. മസാല തേച്ചിട്ട് ഫ്രീസറിൽ വെക്കരുത്. എങ്ങനെ വെക്കുകയാണെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ് ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് എടുത്തിട്ട് അടച്ച് വയ്ക്കുന്നത്. ഞാൻ മിക്കവാറും ചിക്കനും ഇതൊക്കെ ഇങ്ങനത്തെ അടപ്പുള്ള പാത്രങ്ങളിൽ തന്നെയാണ് അധികം വെക്കാറ് കേട്ടോ. അങ്ങനെ എല്ലാ മീനും ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് പറയാൻ, ശരിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ടിപ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളം നമ്മൾ പൊടിയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം എനിക്ക് പീച്ചാനേ കിട്ടില്ല. ഇപ്പോൾ ഈ തിരിച്ചിറക്കുന്ന അച്ച് മേടിച്ച പിന്നെയാണ് എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ കുറച്ച് ഈ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് കൂടി വന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നൂൽപുട്ട് ഉണ്ടാക്കാറുമുണ്ട്. എനിക്കിഷ്ടമാണ്, ഉണ്ടാക്കുന്നതും ഇഷ്ടമാണ്. മറ്റേത് എനിക്ക് പീച്ചാൻ കിട്ടില്ലായിരുന്നു. ഇപ്പം എനിക്ക് പീച്ചാൻ കിട്ടും, എങ്ങനെയാണെങ്കിലും അത് പീച്ചി വരും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കും. പിന്നെ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ വേഗം നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ കുറുമ എന്താ പറയുക ഉണ്ടാക്കിയത് ഇങ്ങനെ ആൾക്കാരുണ്ടാക്കി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മീൻകറിയൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കാണിക്കണോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ശരി, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ സൗണ്ട് ഒന്നും ഭയങ്കര പതുക്കെയാണോ? അപ്പോൾ ഉലുവയും ജീരകവും ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, തക്കാളിയും ചേർത്തി കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തി കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. പിന്നെ അതിലോട്ട് നമ്മൾ മുളക് പൊടിയും അതുപോലെ സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് മസാലയ്ക്ക് ഒന്ന് പച്ചമണം മാറിയ ശേഷം ഇതിലോട്ട് പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അയലമീൻ ചാറല്ലേ, അപ്പോൾ പുളി കുറച്ച് വേണം. അപ്പോൾ ഞാൻ ഇതാ പുളി ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ നമുക്ക് അപ്പോഴത്തേക്കും ചിരവി നല്ല മൈ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഈ പോലെ നമ്മളോട് റാവുത്തർ പറഞ്ഞാൽ എന്താ അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാ. ഇതിൻ്റെ റിപ്ലൈ ഞാൻ എന്താ പറയുക തന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, റിപ്ലൈ തന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ മസാലയ്ക്ക് വന്ന ശേഷം ഞാനിത് അവിടെ നമ്മുടെ അയല
ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കണ ഒരു തൃപ്തി ഇല്ലാണ്ടാണ് എന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ടാണ് ശരിക്കും. അപ്പോൾ തേങ്ങ അരച്ചതും കൂടെ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു തിള വരിക, അടച്ച് വയ്ക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചെറിയ തിള വന്നു കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക. അപ്പോൾ അയലക്കറി റെഡി. എനിക്ക് അയലക്കറിനെക്കാട്ടിലും ഇഷ്ടം അയല മുളകിട്ടതാണ്. അപ്പോൾ രണ്ടും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ മീൻകറിയിൽ ഒരുപാട് ഫിഷ് ഇടാറില്ല കേട്ടോ. കാരണം കറിയത്തെ ഫിഷ് ഞാനും ഉമ്മയൊക്കെ ഞാനും പിന്നെയും കമ്മിയാണ് കഴിക്കണത്. ഉപ്പയും ഉമ്മയും മാത്രമേ കഴിക്കുക. കുട്ടികൾ അങ്ങനെ കഴിക്കില്ല. കുട്ടികൾക്കൊക്കെ വറുത്തതാണ് ഇഷ്ടം. ഞാൻ അയലക്കറിയിലൊന്നും എനിക്ക് വലിയ ഇഷ്ടത്തോടെ കഴിക്കൊന്നുമില്ല. എന്നാലും ഒരു പീസൊക്കെ കഴിക്കും. മുളകിട്ടതാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കറിയൊക്കെ റെഡിയാക്കി മീൻ വെച്ച അവിടേക്ക് ഒന്ന് സോപ്പിൻ്റെ ഇതൊക്കെ ആക്കി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകണം. അതേപോലെ വേസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോയി കളയാറാണ് ചെയ്യാറ്. അപ്പോൾ കഴുകിയ വേസ്റ്റൊക്കെ അതിലോട്ട് ആക്കിയിട്ട് അടച്ച് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ കോണീച്ച വരും കേട്ടോ. ഇവിടെ ഭയങ്കര കോണീച്ച ശല്യമാണ്, ദേഷ്യം വരും. അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുക. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം എന്നോട് ജിമ്മിൽ പോകുമ്പോൾ ഫുഡ് കൺട്രോൾ ഉണ്ടോയെന്ന്. ജിമ്മിൽ പോയിട്ട് ഒരാഴ്ചയല്ല അതിൻ്റെ മേലെ ആയിട്ടുണ്ടാവും. കാരണം ലാസ്റ്റ് ഞാൻ ജിമ്മിൽ പോയത് ഓഗസ്റ്റ് 15-നാണ്. അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. എൻ്റെ ഇടുപ്പിന് നല്ല പണി കിട്ടിയപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇനി ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അതും ഞാൻ നന്നായി ഒന്ന് ആലോചിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി എന്താ പറയുക, അരിയൊക്കെ എടുത്തിട്ട് വന്നു. ഇനി ചോറ് വയ്ക്കണം. അങ്ങനെ പരിപാടികൾ. അരി എടുത്തിട്ട് വന്ന ശേഷം വേഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ആ ഞാൻ അടുക്കളയിലുള്ള കുറച്ച് ബക്കറ്റുകളുണ്ട്, അത് കഴുകിയിട്ടില്ല. അത് കഴുകി ഉണക്കിയിട്ട് വേണം അരിയൊക്കെ അതിലിട്ട് വയ്ക്കാനെന്ന് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. കാരണം ഫുൾ ചാക്ക് അരിയാവുമ്പോൾ അത് നമുക്ക് അനക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പകുതിയൊക്കെ ആയ പിന്നെ നമുക്ക് അതിലോട്ട് ആക്കാം. ചിലപ്പോൾ ആ ചാക്ക് മൊത്തം തീരുട്ടോ. അങ്ങനെ തന്നെ ഇരുന്നിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ കമൻറ്റ് വായിക്കുന്നതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. ഓക്കെ മുത്തേ, താങ്ക് യു സോ മച്ച്. വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യൂല എന്നുള്ളത്. പിന്നെ വേഗം ഞാൻ കൊണ്ടുപോയിട്ട് എന്താ പറയുക, ഗ്യാസിൽ വെച്ചു നമ്മുടെ കുക്കറിൽ തന്നെയാണ് എപ്പോഴും ഞാൻ ചോറ് വയ്ക്കാറ്. കുക്കർ ചോറ് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇതിൽ തന്നെയാണ് വെക്കാറ്. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ തടി കുറയാത്തതെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ വേഗം പോയി നമുക്ക് സാലഡിന് ആവശ്യമുള്ളത്, ഉപ്പേരിക്ക് ആവശ്യമുള്ളതൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. ഇനി കഴുകിയിട്ട് വേണം. ഞാൻ ഇന്നെല്ലാം ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ ചെയ്യണത്. കൊത്തവരി ഇതിൽ ചോപ്പ് ചെയ്യുകയാണ് ചെയ്യണത്. ചെറുതായിട്ട് നമുക്ക് ചോപ്പായിട്ട് കിട്ടും. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അവരൊക്കെ അതിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. കാരണം ഭയങ്കര സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വലിയുള്ളിയും പച്ചമുളകും ഒക്കെ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പ്രീതിയുടെ സോഡിയാക്കാണ് കേട്ടോ, മിക്സർ ഗ്രൈൻഡർ. അതിൽ തന്നെ ഫുഡ് പ്രോസസ്സറും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കട്ടിങ്ങും സ്ലൈസിങ്ങും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഇതന്നെ എല്ലാറ്റിനും യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. ഞാൻ പക്ഷെ എല്ലാറ്റിനൊന്നും ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇഡ്ഡലിപ്പൊടി ഞാൻ ഉണ്ടാക്കുക, എന്നോടത് ഉണ്ടാക്കണം കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു, കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ അല്ല കേട്ടോ, കുക്കറിൻ്റെ. അപ്പുറത്ത് ഞാൻ ഉപ്പേരി വെക്കാനുള്ള ചട്ടിയും മീൻ വറുക്കാനുള്ള ചട്ടിയും വെച്ചു. മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു, സമയം ലാഭിക്കാമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഒരു ഭാഗത്ത് ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ മീനൊക്കെ എടുത്തിട്ട് വരണം. ഉപ്പേരിക്കുള്ളതൊന്നും പെട്ടെന്നൊന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് മീനും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്പല്ലിയാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ 2 പ്രാവശ്യമായിട്ട് വറുക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് വേണ്ടത് സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വേഗം അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും ഉള്ളിയും അതേപോലെ ക്യാരറ്റും കക്കരിക്കയും എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. ഇനി ഇതിലോട്ട് ഇച്ചിരി നമുക്ക്
തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡും റെഡി. ഇപ്പോൾ ഡെയിലി സാലഡ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആൺകുട്ടിക്ക് സാലഡ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ആ കെയർ ഓഫിലെങ്കിലും കഴിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പേരി കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ 2 തേങ്ങ എങ്ങനെ ചിലവാകുന്നു എന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഉപ്പേരിയിൽ പെട്ട തേങ്ങ കാണുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അത്രയും തോരനിലൊക്കെ അത്യാവശ്യം തേങ്ങ വേണം കേട്ടോ. പിന്നെ തേങ്ങ കഴിക്കുന്നത് നല്ലതുമാണ്, ഗുഡ് ഫാറ്റ് അല്ലേ, എല്ലാവർക്കും നല്ലതാണ് തേങ്ങ കഴിക്കുന്നത്. അപ്പോൾ തേങ്ങക്കെട്ട് ഒന്ന് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പൂച്ചസാറ് കൂടെ തന്നെ വരുന്നുണ്ട്. മീനിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് പോകുന്നു. കുറച്ച് മുരിങ്ങക്കായൊക്കെ ഉണ്ട്, അത് കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ആ വറുത്ത മീൻ വേഗം ഒന്ന് എടുക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ. നെക്സ്റ്റ് വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചതിനൊക്കെ എടുത്ത് വെക്കണം. അതുപോലെ തുടക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മീൻ വറുക്കാൻ ഇട്ടിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ വേഗം ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ അവിടെ മീനാവും ചെയ്യും, എൻ്റെ ബാക്കിയുള്ള പണികളും തീരും. പക്ഷേ ഈ വീഡിയോ എടുക്കലും പണികൾ ചെയ്യലൊക്കെ ഭയങ്കര ടാസ്ക് തന്നെയാണ്. എന്നാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലാണ് ക്ലിക്കായിട്ട് പോവുക, ആൾക്കാർക്ക് അതാണ് ഇഷ്ടപ്പെടുക എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ അല്ല. യൂട്യൂബിൽ വരുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ റെസിപ്പി വീഡിയോസ് മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്ന ആളാണ്. അങ്ങനെ മാത്രമാകുമ്പോൾ നമുക്കൊന്നും കൂടെ ഈസിയാണ് തോന്നുന്നു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ റെസിപ്പികൾ ഒരുപാട് കണ്ടുപിടിക്കണം എന്ന് മാത്രം. പിന്നെ ജനലടക്കൽ നിവർത്തിയില്ല, പൂച്ചസാറ് ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ ജനൽ വേഗം പോയി അടച്ചിട്ട് ഞാൻ വേഗം എല്ലാവരും അവിടെ നിന്ന് എണിച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടക്കട്ടെ എന്നും പറഞ്ഞ് പോന്നു. സമയം കണ്ടില്ലേ, ഇന്ന് അത്യാവശ്യം സമയം ആയിട്ടുണ്ട്. സൺഡേ പിന്നെ ഇങ്ങനെ തന്നെയല്ലേ പൊതുവേ. എന്നാലും ഒരു 2-2:30 ആകുമ്പോഴേക്കും കഴിക്കലൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ കുടിക്കൽ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. 10-15 മിനിറ്റ് മതിയില്ലേ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ. അപ്പോൾ കിച്ചണും ക്ലോസ് ചെയ്തിട്ട് ഞാൻ അങ്ങ് പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പുറമേ ഉണ്ടല്ലോ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോരുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ തൈര് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ലൂസായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാൻ പച്ചമുളകും മല്ലിയിലയും അതുപോലെ ഇഞ്ചിയും പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് എടുക്കുന്നത്. മോര് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അത് മാത്രമായിട്ട്. അപ്പോൾ ഇഞ്ചി ചതച്ചതും പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നാരങ്ങയുടെ നീരൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു നേരം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിത് എടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു കയ്പ്പ് വരും. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ മോര് റെഡി. ചോറ് തിളപ്പിച്ചത് എടുത്തിട്ടുണ്ട്, തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുണ്ട്. ഉപ്പേരി ഇതായതുപോലെ ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ മീൻ പൊരിച്ചതൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പിള്ളേരോടാണ് കേട്ടോ ഞാൻ ഇന്നെല്ലാം കൊണ്ടുവെക്കാൻ പറഞ്ഞത്. അപ്പോൾ പിള്ളേർ ടേബിളിൽ വെക്കട്ടെ വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മീൻകറി എടുത്ത്. സാമ്പാർ ഞാൻ ചൂടാക്കിയില്ല, മീൻകറി എല്ലാവരും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ എടുത്തില്ല. സാമ്പാർ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മുടെ സാമ്പാർ അതായത് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിഞ്ഞു. അല്ലാണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കണ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ബാക്കി വരുമോ? ഇല്ലല്ലോ. 2:10 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ, എല്ലാവരും ഉണ്ടാക്കണ ടേസ്റ്റ് ഉണ്ടാവും, ഞാൻ ഉണ്ടാക്കണ മാത്രമൊന്നും അല്ല ടേസ്റ്റ് ഉള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ സാമ്പാർ നല്ല കിടിലനായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ മക്കൾ വഴക്കും ഉണ്ടാക്കും. ഓരോന്ന് എടുത്ത് വെക്കാൻ പറയുമ്പോൾ നീ എടുക്ക്, ഞാൻ എടുക്ക്. നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എവിടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ വോയിസ് ഇടുകയാണെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഓടിപ്പോവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ട് പോകണ കണ്ടില്ലേ. അങ്ങനെ വെള്ളം കൊണ്ടുവച്ച് ഇനിയിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്തെടുക്കണം, കഴിക്കണം, കുറച്ച് നേരം പോയി കിടക്കണം. അതേപോലെ ഉണ്ടല്ലോ ഐസ്ക്രീം കഴിക്കണം എന്ന് ഇക്കാക്ക് പെട്ടെന്ന് തോന്നി. എനിക്ക് ഇന്നെന്തോ ഐസ്ക്രീം കഴിക്കണമെന്ന് അത്ര തോന്നുകയൊന്നും ചെയ്തില്ല കേട്ടോ. റിഹാനിക്ക് ഞാൻ കറിയത്തൊരു കഷ്ണം വറുത്തൊരു കഷ്ണം കൊടുത്തു. അവന് വെജിറ്റബിൾ ഒരുപാട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഞാൻ നോൺ വെജ് അവനക്ക് ഇപ്പോൾ വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ കേട്ടോ. നോൺ വെജ് ഒത്തിരി അങ്ങ് കൊടുക്കില്ല. അയാന് പിന്നെ സാലഡും അതേപോലെ ഇതും കൊടുത്തു. റിഹാനിക്ക് ഞാൻ ഉപ്പേരിയും കൊടുത്തു, സാലഡും കൊടുത്തു. വറുത്ത മീൻ അവന് എടുക്കാമെന്ന് പറഞ്ഞു.
പിന്നെ പപ്പടം കൂടി വേണമായിരുന്നു, സമയം കിട്ടിയില്ല കേട്ടോ പൊരിക്കാൻ. പിന്നെ ഉമ്മ വെള്ളമൊക്കെ ഒന്ന് സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് ഐസ്ക്രീമും കഴിച്ച് ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങ് കഴിഞ്ഞു. ഈവനിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കട്ടെ വ്ളോഗ്, പക്ഷെ നടക്കാറേ ഇല്ല. പിന്നെ ഇത്രയും സമയം വ്ളോഗ് എടുത്തിട്ട് പിന്നെയും വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകി പോയി ഒരു ഉറക്കം പാസ്സാക്കാം. അതിൻ്റെ ഒരു തൃപ്തി വേറെ തന്നെയാണ് അല്ലേ. ഉച്ചയ്ക്ക് എന്നൊന്നും ഉറങ്ങാറില്ല, വല്ലപ്പോഴും ഒന്ന് ഉറങ്ങണത് സുഖമുള്ള ഏർപ്പാടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെറിയ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബൈ.